നമസ്കാരം. എൻ്റെ പേര് പ്രദീപ്. ഞാൻ വൈഗ പവർ സൊല്യൂഷൻ എന്ന് പറഞ്ഞ കമ്പനിയുടെ പാർട്ണറാണ്. ഞങ്ങൾ രണ്ട് ബ്രദേഴ്സാണ് ഇത് നടത്തുന്നത്, ഈ സ്ഥാപനം നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് പ്രവീൺ എന്നാണ്. ഞങ്ങൾ ഈ സോളാർ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഏതാണ്ട് 2 വർഷത്തിന് മേലെയായി. ഈ 2 വർഷത്തിന് മേലെ ഈ ടാറ്റയുടെ ഡീലർഷിപ്പ് എടുക്കുമ്പോൾ ആദ്യമായിട്ട് ഞങ്ങളുടെ ഇത്രയും ലക്ഷങ്ങൾ മുടക്കി ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ആയത് കാരണം ആദ്യമായി മനസ്സിൽ വിചാരിച്ചത് സ്വന്തമായി തന്നെ ഒരു പ്ലാന്റ് ഇംപ്ലിമെന്റ് ചെയ്ത് അത് സക്സസ് ആക്കിയതിന് ശേഷം നമുക്ക് മറ്റൊരിടത്ത് നമുക്ക് സംസാരിക്കാം എന്നുള്ളതായിരുന്നു ആദ്യത്തെ അജണ്ട. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്ത് എൻ്റെ വീടായ മണ്ണന്തലയിൽ വീട്ടിൽ ഞാൻ ഈ പ്ലാന്റ് വെച്ചു. ഒരു 4.48 പ്ലാന്റാണ് അന്ന് സിസ്റ്റം സെറ്റ് ചെയ്തത്. അപ്പോൾ നിലവിൽ എൻ്റെ വീട്ടിലെ കറണ്ട് ബില്ല് എന്ന് പറയുന്നത് ഒരു 2200 രൂപ, 2100 ആ റേഞ്ചിലൊക്കെ ഉള്ള ബില്ലാണ് വന്നിട്ടുള്ളത്. നിലവിൽ ഒരു ടാറ്റ നമ്മളോട് പറഞ്ഞിരുന്നത് ഈ ബില്ല് നമുക്ക് 200 രൂപയ്ക്ക് താഴെ ആക്കാൻ പറ്റുമെന്നൊരു പറഞ്ഞിരുന്നു. അപ്പോൾ അത് സക്സസ് ആണോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്തത് എൻ്റെ വീട്ടിൽ വച്ച് കഴിഞ്ഞിട്ട് ആദ്യത്തെ മാസം ഞാൻ വെയിറ്റ് ചെയ്തു. അപ്പോൾ നിലവിൽ എനിക്ക് ഫിക്സഡ് ചാർജ് വന്നു, അതിൻ്റെ കൂടെ മീറ്റർ റെൻറ്റും വന്നു. അപ്പോൾ നിലവിൽ അതെനിക്കൊരു 200 രൂപയ്ക്ക് താഴെയുള്ള ബില്ലാണ് വന്നത്. അപ്പോൾ അതൊരു സക്സസ് ആയെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ ബാക്കിയുള്ള വീടുകളിലേക്ക് വയ്ക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ ഓരോ ഇപ്പോൾ നിലവിൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് 400-450 വീടുകൾ നമ്മൾ നിലവിൽ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതൊരു സക്സസ് ആണെന്ന് മനസ്സിലായതിന് ശേഷം രണ്ടാമത് ഞാൻ ഇതിനെ ലാഭത്തിലാക്കാൻ പറ്റിയത് ഞങ്ങൾ എല്ലാ മാസവും വീട്ടിലെ ഇന്ത്യൻ ഓയിലിൻ്റെ ചെറിയ കുറ്റി, ഇത് 10 കിലോയുടെ ചെറിയ ഫൈബറിൻ്റെ കുറ്റിയാണ് ഉപയോഗിച്ചിരുന്നത്. അത് നിലവിൽ എല്ലാ മാസവും 28 ദിവസം കൂടുമ്പോൾ ഓരോ ഗ്യാസ് എടുക്കേണ്ടി വരും. അങ്ങനെ മാസം ഒരു വർഷം നോക്കുമ്പോൾ ഒരു 12 ഗ്യാസ്. നിലവിൽ ഇപ്പോൾ അത് എടുക്കുന്നത് ഒരു 50 ദിവസം 55 ദിവസം കഴിയുമ്പോഴാണ് എടുക്കുന്നത്. അതായത് ഒരു വർഷം കണക്ക് കൂട്ടിയാൽ 6 ഗ്യാസിൻ്റെ ലാഭം നമുക്കുണ്ടായി. നിലവിൽ അതൊന്ന്. രണ്ടാമത്തെ ഏറ്റവും അടുത്തൊരു ലാഭം, ഞാൻ എൻ്റെ ഒരു ബുള്ളറ്റാണ് നേരത്തെ ഒരു 2 വീലറാണ് ഉപയോഗിച്ചിരുന്നത്. അത് നിലവിലൊരു 15,000 രൂപയ്ക്ക് മേളിൽ 16,000 15,000 ആ റേഞ്ചിലുള്ള പെട്രോൾ എക്സ്പെൻസ് ഉണ്ടായിരുന്നൊരു കാലം വരികയും ഞാൻ അന്ന് EV ഒരു ട്രെൻഡ് വരുന്നൊരു സമയത്ത് അപ്പോൾ ഞാൻ ടാറ്റയുടെ തന്നെ ഒരു പഞ്ചിൻ്റെ EV നിലവിൽ വാങ്ങിയിട്ട് ഇത് ചാർജ് ചെയ്ത് തുടങ്ങി. അപ്പം നിലവിൽ എൻ്റെ ഈ 4.7 സിസ്റ്റം വെച്ചപ്പോൾ എനിക്ക് വീട്ടിലുള്ള ജനറേഷൻ അനുസരിച്ച് എനിക്ക് 2,000 രൂപയുടെ കറണ്ട് ബില്ല് ഗ്യാസ് നോക്കിയിട്ട് ബാലൻസ് ഒരുപാട് എൻ്റെ ഡാറ്റാ ബാങ്കിൽ സ്റ്റോർ ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലോട്ട് വന്നു. അപ്പം നിലവിൽ ഞാൻ നോക്കുമ്പോൾ എനിക്ക് പെട്രോളിൻ്റെ എക്സ്പെൻസ് കുറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഈ കാറ് വാങ്ങുന്നതിനെ കുറിച്ച് ചിന്തിച്ചത്. കാറ് വാങ്ങിയിട്ട് നിലവിൽ ഇപ്പോൾ 1 വർഷവും, അതായത് 1 വർഷവും 6 മാസമായി. നിലവിൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് 55,000 കിലോമീറ്റർ വണ്ടി ഓടി. നിലവിൽ എൻ്റെ ലാഭം എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് എനിക്ക് 0 കോസ്റ്റിലാണ്. കാര്യം എൻ്റെ കൺസപ്ഷൻ കൂടുന്നതനുസരിച്ച് എൻ്റെ FCയിൽ വന്ന വ്യത്യാസം ആകെ 300 രൂപയ്ക്ക് താഴെയുള്ളൊരു ബില്ലൂടായി. 200 എന്നുള്ളൊരു 100 രൂപയുടെ നമുക്ക് കൂടുതലായി. നിലവിൽ ഞാൻ ഓടുന്നത് 50,000 കിലോമീറ്റർ ഞാൻ നിലവിൽ ഈ 18 മാസം കൊണ്ട് ഞാൻ ഓടി എത്തിച്ചു. ഇതാണ് എനിക്ക് സോളാറിൽ നിങ്ങളോട് പറയാനുള്ള എൻ്റെ അനുഭവം. ഇത് സക്സസ് ആണെന്ന് മനസ്സിലാക്കി എടുത്തതിന് ശേഷം ഞാൻ ഈ പറഞ്ഞ 450 വീടുകളിൽ വെച്ചതും അവർക്ക് എല്ലാവർക്കും സക്സസ് പോയിന്റ് ആണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ് ഇതിൽ നമ്മൾ വിജയം കൈവരിക്കാൻ കഴിഞ്ഞത്. വൈഗ പവർ സൊല്യൂഷൻസ് സോളാർ സംബന്ധിച്ച ലളിതമായ വിവരങ്ങൾ, കറണ്ട് ബിൽ കുറക്കാനുള്ള ടിപ്സുകൾ, യഥാർത്ഥ കസ്റ്റമർ എക്സ്പീരിയൻസ്, സബ്സിഡിയും സർക്കാർ അപ്ഡേറ്റുകളും, ഇൻസ്റ്റലേഷൻ വീഡിയോസ് തുടങ്ങിയവ എല്ലാം ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ, അതുപോലെ ഷെയർ ചെയ്യൂ.